കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഭൂമിയുടെ അവസ്ഥ എന്തായിരുന്നു എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? സപ്പോസ് നമുക്കൊരു മെഷീൻ കിട്ടി. ആ മെഷീൻ നമുക്ക് റൺ ചെയ്യുന്ന സമയത്ത് സമയത്തെ പിന്നോട്ട് സഞ്ചരിപ്പിക്കാൻ കഴിയുന്ന ഒരു മാന്ത്രിക ക്യാമറയിലൂടെ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് കാണാൻ പറ്റുമെന്ന് സങ്കല്പിക്കുക. ആ ക്യാമറയുടെ സ്പീഡ് കൂട്ടി ഓരോ സെക്കൻഡിലും നമ്മൾ ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ ഭൂമിയെ കാണുന്ന പോലെ വിശ്വസിക്കാൻ കഴിയാത്ത വേഗത്തിൽ ബേക്കിലേക്ക് റീവൈൻഡ് ചെയ്യും. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിഭയങ്കരമായിട്ടുള്ള സംഭവങ്ങളായിരിക്കും നമ്മുടെ മുന്നിൽ തെളിയുക. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഉറപ്പുള്ള തറയൊക്കെ പതുക്കെ പതുക്കെ ഉരുകി ഒലിക്കുന്നതായിട്ട് കാണാം. അതൊരു തിളച്ചുമറിയുന്ന ദ്രാവകമായിട്ട് മാറും. പിന്നെയും നമ്മൾ പിന്നിലേക്ക് പോയ ദ്രാവകം നീരാവിയായി അന്തരീക്ഷത്തിലേക്ക് അപ്രത്യക്ഷമാവും. ഒടുവിൽ ശൂന്യാകാശത്ത്, ബഹിരാകാശത്ത് പൊടിപടലങ്ങളും വാതകങ്ങളും മാത്രമുള്ള ഒരു പ്രേത രൂപത്തെ പോലെ തോന്നിപ്പിക്കുന്ന ഒരു മേഘമായി നമ്മുടെ പ്രിയപ്പെട്ട ഭൂമി മാറിപ്പോവും. ലോക്കൽ ഇൻ്റർസ്റ്റെല്ലാർ മീഡിയം എന്ന് ശാസ്ത്രം വിളിക്കുന്ന ബഹിരാകാശത്തെ ആ തണുത്തുറഞ്ഞ ശൂന്യതയിൽ അലിഞ്ഞു ചേരുന്ന ഈ കാഴ്ചയിൽ നിന്നാണ് നമ്മുടെ യഥാർത്ഥ കഥ തുടങ്ങുന്നത്. നിങ്ങൾ ഇന്ന് ഇവിടെ ഇരിക്കുന്നതും ശ്വസിക്കുന്നതും ചിന്തിക്കുന്നതുമൊക്കെ എങ്ങനെയാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇവിടെ നമ്മൾ എങ്ങനെ എത്തിപ്പെട്ടു, അല്ലെങ്കിൽ നമ്മുടെ ഭൂമി എങ്ങനെ നിർമ്മിക്കപ്പെട്ടു എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതൊരു സിമ്പിളായിട്ടുള്ള പ്രോസസ്സല്ല. തികച്ചും വയലൻ്റായ, അങ്ങേയറ്റം കുഴപ്പങ്ങൾ നിറഞ്ഞ, എന്നാൽ അതിശയകരമായ വിധം ഭാഗ്യങ്ങൾ ഒത്തുചേർന്ന ഒരു സംഭവ പരമ്പരയാണ്. ബഹിരാകാശത്തെ വെറും പാഴ്വസ്തുക്കളും അവശിഷ്ടങ്ങളും ചേർന്ന് എങ്ങനെയാണ് ഭൂമി എന്ന ഈ കൃത്യതയുള്ള ജീവൻ സാധ്യമായ സംവിധാനം ഉണ്ടായത് എന്ന കാര്യം അത്ഭുതമാണ്. നമ്മുടെ ഈ കഥ തുടങ്ങുന്നത് ഭൂഖണ്ഡങ്ങളോ സമുദ്രങ്ങളോ ഒക്കെ ഉണ്ടാകുന്നതിനും എത്രയോ മുമ്പാണ്. ആകാശഗംഗയുടെ ഒരു മൂലയിൽ വളരെ കാലമായി യാതൊരു ചലനവുമില്ലാതെ കിടന്നിരുന്ന ഒരിടത്തായിരുന്നു സംഭവം. ഏകദേശം 460 കോടി വർഷങ്ങൾക്ക് മുൻപ്. അന്ന് ഈ സ്ഥലം ഒന്നുമില്ല. കുറേ ഹൈഡ്രജനും ഹീലിയവും പിന്നെ നക്ഷത്രങ്ങൾ പൊട്ടിത്തെറിച്ചുണ്ടായ അവശിഷ്ടങ്ങൾ ചേർന്ന ഒരു കൂറ്റൻ മേഘം അതിങ്ങനെ പതുക്കെ കറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനെയാണ് ഗവേഷകർ സോളാർ നെബുല എന്ന് വിളിക്കുന്നത്. അന്ന് അവിടെ കടുത്ത ഇരുട്ടും തണുപ്പുമുണ്ട്. ആറ്റങ്ങൾ തമ്മിൽ കിലോമീറ്ററുകളോളം അകലമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒന്നും കൂട്ടിമുട്ടാതെ വളരെ പീസ്ഫുള്ളായിട്ടുള്ള ശാന്തമായിട്ടുള്ള അവസ്ഥയായിരുന്നു. പക്ഷേ ഈ ശാന്തതയെ തകർക്കാൻ എന്തോ ഒന്ന് അവിടെ സംഭവിച്ചു. ഒരു പക്ഷേ അടുത്തുള്ള ഏതെങ്കിലും ഒരു വലിയ നക്ഷത്രം അതിൻ്റെ ആയുസ് അവസാനിപ്പിച്ചിട്ട് ഒരു പൊട്ടിത്തെറിയിലൂടെ സൂപ്പർനോവയായി മാറിയിട്ടുണ്ടാകാം. ആ പൊട്ടിത്തെറിയിൽ നിന്നുണ്ടായ എനർജിയുടെ ഒരു വലിയ തരംഗം ഈ മേഘത്തിനിടയിലെ എന്നും പറഞ്ഞ് കടന്നുപോയി. അതോടെ മേഘത്തിനുള്ളിലെ വാതകങ്ങളുടെ സമ്മർദ്ദവും ഗുരുത്വാകർഷണവും തമ്മിലുള്ള ബാലൻസ് പോയി. മേ ബി ഇവിടെയാണ് ഗ്രാവിറ്റി അല്ലെങ്കിൽ ഗുരുത്വാകർഷണം എന്ന് പറയുന്ന വിചിത്രമായ ശക്തി കളി തുടങ്ങുന്നത്. ഗുരുത്വാകർഷണം എന്ന് പറയുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു വലിയ കളക്ടറിനെ പോലെയാണ്. കുറച്ച് അല്പം സാധനങ്ങൾ ഒന്നിച്ചിരിക്കുകയാണെങ്കിൽ അവർ ബാക്കിയുള്ളതിനെ എല്ലാത്തിനെയും കൂടെ വലിച്ച് ഒരിടത്ത് ഒന്നിച്ചു കൂട്ടി അതിന് ഭയങ്കര സംഭവമാക്കണമെന്ന് വാശിയുള്ള ഒരാളെ പോലെയാണ് ഗ്രാവിറ്റി ആക്ട് ചെയ്യുന്നത്. ഈ വാതകമേഘം അതിൻ്റെ സ്വന്തം ഭാരം കാരണം ഇറ്റ്സെൽഫ് ഉള്ളിലേക്ക് ചുരുങ്ങാൻ തുടങ്ങി. നമ്മൾ കാണാറില്ലേ, ഒരു ഫിഗർ സ്കേറ്റിംഗ് ചെയ്യുന്ന ഒരാൾ കൈകൾ ശരീരത്തോട് ചേർക്കുമ്പോൾ കറക്കത്തിൻ്റെ വേഗത കൂടും, അകറ്റുമ്പോൾ വേഗത കുറയും. അതുപോലെ ഈ മേഘം ചുരുങ്ങി ചുരുങ്ങി സെൻറ്ററിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തപ്പോൾ കറക്കത്തിൻ്റെ വേഗതയും കൂടി. അങ്ങനെ ഇതൊരു ഡിസ്ക് പോലെ ഇരിക്കുന്ന പരന്ന രൂപത്തിലേക്ക് കൺവേർട്ടായി. ഒരു പിസ്സ ഉണ്ടാക്കാൻ മാവ് വായുവിലിട്ട് കറക്കുമ്പോൾ അത് പരക്കുന്നത് പോലെ. അങ്ങനെ ഈ പദാർത്ഥങ്ങളെല്ലാം നിരപ്പായ തളിക പോലെ ഇരിക്കാൻ തുടങ്ങി. ഈ ഡിസ്കിൻ്റെ മധ്യഭാഗത്ത് സംഭവിക്കുന്നത് എന്താണെന്ന് നോക്കിയാൽ നമുക്ക് തല ഇറങ്ങും. അവിടെ വളരെയധികം സമ്മർദ്ദവും ചൂടും നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിനും അപ്പുറത്തേക്ക് വളർന്നു വരും. ആറ്റങ്ങൾ അത്രമേൽ മുറുക്കി അടിച്ചമർത്തപ്പെടുന്നൊരു സ്ഥലമാണ്. ഒടുവിൽ അവ പരസ്പരം കൂട്ടിമുട്ടി ലയിക്കാൻ തുടങ്ങി. ഇതിനെയാണ് സ്റ്റെല്ലാർ ബെർത്ത് അല്ലെങ്കിൽ ഒരു നക്ഷത്രത്തിൻ്റെ ജനനം എന്ന് പറയുന്നത്. ഹൈഡ്രജൻ ആറ്റങ്ങൾ പരസ്പരം ഇടിച്ച് ഹീലിയമായി മാറുകയും ആ പ്രക്രിയയിൽ അതിഭീകരമായിട്ടുള്ള എനർജി പുറത്തു വരികയും ചെയ്യും. അങ്ങനെ നമ്മുടെ സൂര്യൻ കത്താൻ തുടങ്ങി. നമ്മുടെ സൗരയൂഥത്തിലെ 99% പദാർത്ഥങ്ങളും സൂര്യൻ തന്നെ എടുക്കുകയുണ്ടായി. ബാക്കി വന്നത് വെറും 0.14% മാത്രമാണ്. ഈ ചെറിയൊരു ശതമാനം അവശിഷ്ടങ്ങളിൽ നിന്നാണ് ഇന്ന് നമ്മൾ കാണുന്ന എല്ലാ ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും ഉൽക്കകളും നമ്മളും ഒക്കെ തന്നെ രൂപപ്പെട്ടിരിക്കുന്നത്. ഈ ബാക്കി വന്ന പദാർത്ഥങ്ങൾ സൂര്യനെ ചുറ്റിക്കറങ്ങുന്ന ഒരു പൊടിപടലമായി മാറി. ഇതിനെയാണ് പ്രോട്ടോ പ്ലാനറ്ററി ഡിസ്ക് എന്ന് വിളിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ തളികയിൽ 99% ഹൈഡ്രജനും ഹീലിയവും കലർന്ന വാതകങ്ങളായിരുന്നു. വെറും 1% മാത്രമാണ് പൊടിപടലങ്ങളായിട്ടുണ്ടായിരുന്നത്. ആ 1%ത്തിൽ നിന്നാണ് നമ്മൾ ഇന്ന് കാണുന്ന ഹിമാലയവും സമുദ്രങ്ങളും നിങ്ങളും ഞാനുമൊക്കെ ഉണ്ടായത്. എന്നാൽ ഈ പൊടിപടലങ്ങൾ വെറുതെ അങ്ങ് ഗ്രഹങ്ങളായി മാറുകയായിരുന്നു എന്ന് കരുതരുത്. ഈ തളികയ്ക്കുള്ളിൽ താപനിലയും മർദ്ദവും ഓരോ ഭാഗത്തും ഓരോ രീതിയിലായിരുന്നു. ഈ വ്യത്യാസങ്ങളാണ് സൗരയൂഥത്തിലെ ഓരോ ഗ്രഹങ്ങളുടെയും സ്വഭാവം തീരുമാനിക്കുന്നത്.
ഓക്കെ, സോ ഇനി നമുക്ക് ആ ഡിസ്കിലെ ഒരു പൊടി മണലാണ് നമ്മളെന്ന് സങ്കല്പിച്ച് നോക്കാം. ആക്ച്വലി ഇപ്പോൾ നമ്മളൊരു മണൽത്തരി എങ്ങനെ കാണുന്നോ അതിനേക്കാൾ ചെറുതാണ് ആ ഒരു യൂണിവേഴ്സിൻ്റെ ലെവലിൽ നമ്മുടെ സൈസ്. മരിച്ചുപോയ നക്ഷത്രങ്ങളുടെ ചിതാഭസ്മം പോലെ ഈ പൊടിപടലങ്ങൾക്കിടയിലൂടെ നമ്മളിങ്ങനെ ഒഴുകി നടക്കുകയാണെന്ന് സങ്കല്പിക്കുക. ആ ഘട്ടത്തിൽ മറ്റൊരു പൊടിപടലത്തെ വലിച്ചെടുക്കാൻ മാത്രമുള്ള ഗുരുത്വാകർഷണം ഒന്നും നമുക്കുണ്ടാവില്ല. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഗ്രഹങ്ങൾ ഉണ്ടായത്? ഇവിടെയാണ് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി അഥവാ സ്ഥിത വൈദ്യുതി എന്ന പ്രതിഭാസം കടന്നു വരുന്നത്. പണ്ടത്തെ സയൻസ് ടെക്സ്റ്റുകൾ നമ്മളത് വായിച്ചിട്ടുണ്ട്. ഒരു ബലൂൺ തലയിൽ ഉരസുമ്പോൾ മുടി അതിൽ ഒട്ടിപ്പിടിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. അതുപോലെ ഈ കൊച്ചു പൊടിപടലങ്ങൾ വൈദ്യുതിയുടെ ആ ബലത്തിൽ പരസ്പരം ഒട്ടിപ്പിടിക്കാൻ തുടങ്ങി. ഇതിനെയാണ് ശാസ്ത്രം അക്രീഷൻ എന്ന് വിളിക്കുന്നത്. പൊടി പതുക്കെ ചെറിയ കല്ലുകളായി, കല്ലുകൾ വലിയ പാറകളായി, പാറകൾ കൂറ്റൻ പർവ്വതങ്ങളോളം വലിപ്പമുള്ള വസ്തുക്കളായി മാറി. പക്ഷേ ഇതൊരു സിമ്പിളായിട്ടുള്ള പ്രോസസ്സ് ഒന്നും ആയിരുന്നില്ല. ബഹിരാകാശത്തുള്ള പാറകൾ ആയിരക്കണക്കിന് കിലോമീറ്റർ വേഗതയിലാണ് പാഞ്ഞു നടക്കുക. അവ പരസ്പരം കൂട്ടിയിടിക്കുമ്പോൾ എപ്പോഴും ഒട്ടിപ്പിടിക്കില്ല. പലപ്പോഴും അവ പൊട്ടിത്തെറിച്ച് വീണ്ടും പഴയതുപോലെ ഫൈൻ ഡസ്റ്റ് പൊടിയായിട്ട് മാറാൻ തുടങ്ങും. കോടിക്കണക്കിന് പാറകൾ പങ്കെടുക്കുന്ന ഒരു ബമ്പർ കാർ ഗെയിം പോലെയാണത്. ഏറ്റവും വലിയവനും ഭാഗ്യമുള്ളവനും മാത്രമേ സർവൈവ് ചെയ്യൂ എന്നർത്ഥം. വലിപ്പം 1 കിലോമീറ്റർ എത്തിയപ്പോൾ അവയ്ക്ക് സ്വന്തമായിട്ട് ഗുരുത്വാകർഷണ ബലം കാണിക്കാനുള്ള ഒരു സൈസ് ഉണ്ടായി. അതോടെ അവ വെറുതെ ഇരിക്കുന്നതിന് പകരം കുറച്ചുകൂടി അടുത്തുകൂടി പോകുന്ന എന്തിനേയും പിടിച്ച് വലിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഇവയെയാണ് പ്ലാനറ്റ്സിമൽസ് എന്ന് വിളിക്കുന്നത്. ഇവിടെ ഒരു ചോദ്യമുണ്ട്. ഗ്രഹങ്ങൾ എങ്ങനെ ഉണ്ടായി എന്ന് ചോദിക്കുമ്പോൾ മിക്ക ആളുകളും വിചാരിക്കുന്നത് കുറേ പൊടി ഒട്ടിപ്പിടിച്ച് കല്ലുകളായി, ആ കല്ലുകൾ കൂടിച്ചേർന്ന് ഗ്രഹങ്ങളായി എന്നാണ്. ബട്ട് ഫിസിക്സ് പറയുന്നത് അങ്ങനെ പെട്ടെന്നൊന്നും ഇത് നടക്കില്ല എന്നാണ്. കാരണം ആ വാതക തളികകൾക്കുള്ളിൽ അല്ലെങ്കിൽ ആ ഡിസ്കിനുള്ളിൽ വാതകങ്ങൾ നീങ്ങുന്ന സ്പീഡും പൊടിപടലങ്ങൾ നീങ്ങുന്ന സ്പീഡും രണ്ടാണ്. സൂര്യനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഗ്യാസുകൾക്ക് ചൂട് കൂടുതലായതുകൊണ്ട് അവയ്ക്ക് പുറത്തേക്ക് തള്ളാനുള്ള ഒരു പ്രവണത, അതായത് ഒരു പ്രഷർ ഗ്രേഡിയൻ്റ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ വാതകങ്ങൾ സൂര്യനെ ചുറ്റുന്നത് ഒരു സ്പെസിഫിക് സ്പീഡിലായിരിക്കും. എന്നാൽ ഈ ഒരു ഡിസ്കിലുള്ള ചെറിയ കല്ലുകൾക്കും പൊടിക്കും ഇങ്ങനെയുള്ള മർദ്ദത്തിൻ്റെ സഹായം കിട്ടില്ല. സോ അവയ്ക്ക് സ്വന്തം സ്പീഡിൽ കെപ്ലേറിയൻ വെലോസിറ്റിയിലൂടെ വേണം പോകാൻ. കെപ്ലേറിയൻ വെലോസിറ്റി എന്ന് പറയുന്നത് ആക്ച്വലി ഇവിടെ ഉണ്ടാകുന്ന ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ളൊരു ഫിനോമിനനാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ, മുന്നിൽ പോകുന്ന വാതകത്തിൻ്റെ സ്പീഡ് കുറവും അതിനുള്ളിലൂടെ പോകുന്ന കല്ലുകൾക്ക് സ്പീഡ് കൂടുതലുമാണെങ്കിൽ അവിടെ ഒരു പ്രഷറിൻ്റെ വേരിയേഷൻ ഉണ്ടാവും. നിങ്ങളൊരു സൈക്കിൾ ചവിട്ടുമ്പോൾ കാറ്റ് നിങ്ങളുടെ നേരെ അടിക്കുന്നതായിട്ട് തോന്നാറില്ലേ? അത് നമ്മളെ പിന്നിലോട്ട് തള്ളാൻ നോക്കും. അതുപോലെ തന്നെ ബഹിരാകാശത്തെ ആ ചെറിയ കല്ലുകൾക്കും വലിയൊരു കാറ്റിൻ്റെ ഹെഡ്വിൻഡ് അനുഭവപ്പെടും. ഇതിനെയാണ് നമ്മൾ പൊതുവെ ഡ്രാഗ് എന്ന് വിളിക്കുന്നത്. അതായത് ഈ കാറ്റ് കാരണം കല്ലുകളുടെ വേഗത കുറയുകയും അവ പതിയെ സൂര്യനിലേക്ക് വീഴാനുള്ള ടെൻഡൻസി ഉണ്ടാവുകയും ചെയ്യും. നമുക്കറിയാം, സൂര്യന് ചുറ്റും എന്ത് കറങ്ങിയാലും അത് സ്റ്റേബിളായിട്ട് കറങ്ങണമെങ്കിൽ ഒരു വേഗത വേണം. ആ വേഗതയിൽ നിന്ന് കുറഞ്ഞു പോയാൽ അത് നേരെ സൂര്യനിലേക്ക് ചെന്ന് വീഴും. സയൻറ്റിസ്റ്റുകൾ ഇതിനെ മീറ്റർ സൈസ് ബാരിയർ എന്നാണ് വിളിക്കുന്നത്. അതായത് 1 മീറ്റർ വലിപ്പമുള്ളൊരു കല്ല് ഭൂമിയുടെ ഭ്രമണപഥത്തിലുണ്ടെങ്കിൽ വെറും 1000 വർഷത്തിനുള്ളിൽ അത് സൂര്യനിൽ പോയി വീഴും. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഭൂമി ഉണ്ടായത്? എല്ലാ കല്ലുകളും സൂര്യനിൽ വീഴേണ്ടതല്ലേ? ഇവിടെയാണ് പ്രകൃതിയുടെ ഒരു വിദ്യയുള്ളത്. ഇതിനെയാണ് നമ്മൾ പ്രഷർ പമ്പ് എന്ന് വിളിക്കുന്നത്. ഒരു വലിയ അക്രിഷൻ ഡിസ്കിൻ്റെ ചിലയിടങ്ങളിൽ വാതകത്തിൻ്റെ മർദ്ദം പെട്ടെന്ന് കൂടുന്ന ചില ഭാഗങ്ങളുണ്ടാവും. കാന്തിക മണ്ഡലത്തിൻ്റെ മാറ്റങ്ങൾ കൊണ്ടോ മറ്റോ ഉണ്ടാകുന്ന ഈ ഭാഗങ്ങളിൽ ഗ്യാസിൻ്റെ സ്പീഡ് കൂടുതലാണ്. അവിടെ നേരത്തെ പറഞ്ഞ ഓപ്പോസിറ്റുള്ള ഡ്രാഗിന് കാരണമാകുന്ന വിൻഡ് ഉണ്ടാവില്ല, എതിർകാറ്റുണ്ടാകില്ല. അങ്ങനെ വരുമ്പോൾ ദൂരെയുള്ള കല്ലുകളെല്ലാം വന്ന് ഈ പ്രഷർ പമ്പുള്ള സ്ഥലങ്ങളിൽ ഇങ്ങനെ കുടുങ്ങും. ഒരു കുഴിയിൽ വെള്ളം വന്ന് നിറയുന്ന പോലെ ഈ സ്ഥലങ്ങളിൽ ലക്ഷക്കണക്കിന് കല്ലുകൾ വന്ന് അടിയും. നമ്മളിന്ന് ടെലസ്കോപ്പുകളിലൂടെ മറ്റ് നക്ഷത്രങ്ങളെ നോക്കുമ്പോൾ ഇങ്ങനെയുള്ള വളയങ്ങളിലായിട്ട് ഡസ്റ്റ് റിങ്സ് കാണാറുണ്ട്. ഈ വളയങ്ങളിൽ കല്ലുകൾ വന്ന് കുമിഞ്ഞു കൂടുന്നത് കൊണ്ടാണ് ഗ്രഹങ്ങൾ ഉണ്ടാകാനുള്ള ഫസ്റ്റ് തടസ്സം മാറുന്നത്. അങ്ങനെ ഈ കല്ലുകൾ അവിടെ അടിഞ്ഞുകൂടുമ്പോൾ മറ്റൊരു സംഭവം കൂടി നടക്കും. സൂര്യൻ എന്നൊരു കുഞ്ഞൻ നക്ഷത്രമാണ്, ഒരു പ്രോട്ടോസണ്ണാണ്. ശാസ്ത്രം അതിനെ ടോറി കാലഘട്ടം എന്ന് വിളിക്കും. ഈ സമയത്ത് സൂര്യൻ ഭയങ്കര വയലൻ്റ് ആണെന്ന് പറയാം. അതിശക്തമായിട്ടുള്ള എക്സ്റേ കിരണങ്ങളും അൾട്രാവയലറ്റ് കിരണങ്ങളും സൂര്യൻ ഇങ്ങനെ പുറത്തേക്ക് വിടുന്നുണ്ടായിരുന്നു. ഇന്നത്തെ സൂര്യനേക്കാൾ ലക്ഷക്കണക്കിന് മടങ്ങ് ശക്തിയായിരുന്നു അന്ന് ഈ വികിരണങ്ങളെ സൂര്യൻ പുറത്തോട്ട് വിട്ടുകൊണ്ടിരുന്നത്. അതായത് ഈ ചൂട് കാരണം സൂര്യൻ്റെ അടുത്ത് നിന്നിരുന്ന ഗ്യാസുകളും വെള്ളവുമൊക്കെ ദൂരേക്ക് തെറിച്ചുപോയി. അങ്ങനെയാണ് സൂര്യൻ്റെ അടുത്തുള്ള ഭാഗങ്ങളിൽ പാറകളും മെറ്റൽസും മാത്രം അവശേഷിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം ഭൂമിയും ചൊവ്വയും ഒക്കെ പാറകൾ കൊണ്ടുണ്ടായതും എന്നാൽ അതിനപ്പുറമുള്ള വ്യാഴവും ശനിയും യുറാനസും ഒക്കെ ഗ്യാസ് ഉണ്ടായതും. ഈ ഒരു വേർതിരിവ് നടന്നില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഭൂമിയിൽ ഇത്രയും മെറ്റൽസ് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടായിരുന്നില്ല. സോളാർ സിസ്റ്റത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ അത് ആദ്യത്തെ
സോളിഡ് ആയിട്ടുള്ള വസ്തു ഉണ്ടായ നിമിഷമാണ്. നമ്മളതിനെ ടൈം സീറോ എന്ന് വിളിക്കുന്നു. അതായത് 456.73 കോടി വർഷങ്ങൾക്ക് മുൻപ് നടന്നൊരു സംഭവമാണ്. ഈ സമയത്താണ് CAI കാൽഷ്യം അലുമിനിയം റിച്ച് ഇൻക്ലൂഷൻസ് എന്ന് വിളിക്കുന്ന ചെറിയ വെളുത്ത തരികൾ ഉണ്ടാകുന്നത്. നിങ്ങൾ ഏതെങ്കിലും ഒരു പഴയ ഉൽക്ക കയ്യിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിൻ്റെ പടം നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ വെളുത്ത പുള്ളികൾ കാണാൻ പറ്റും. അവയാണ് ലോകത്ത് ആദ്യം ഉണ്ടായിട്ടുള്ള കട്ടിയുള്ള ഖരവസ്തുക്കൾ. ഏതാണ്ട് 1300 ഡിഗ്രി സെൽഷ്യസിന് മുകളിലുള്ള ചൂടിൽ നിന്നാണ് ഇത്തരം വസ്തുക്കൾ ഉണ്ടാകുന്നത്. ഇത് നൽകുന്ന സൂചന എന്താണെന്ന് വെച്ചാൽ, ഭൂമിയുടെ അസംസ്കൃത വസ്തുക്കൾ അത്രയും ഉയർന്ന ചൂടിൽ വെന്താണ് ഉണ്ടായത് എന്നർത്ഥം. ഈ ചെറിയ തരികളിൽ അലുമിനിയം 26 എന്നൊരു മൂലകം ഉണ്ടായിരുന്നു. അതൊരു ചെറിയ റേഡിയോ ആക്റ്റീവ് ബാറ്ററി പോലെയാണ്. പിന്നീട് ഗ്രഹങ്ങളെ ഉള്ളിൽ നിന്ന് ഉരുക്കാൻ പോകുന്നത് ഈ ബാറ്ററികളിലാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ചെറിയ കല്ലുകൾ വലിയ ഗ്രഹങ്ങളായി മാറിയത് എന്ന് നോക്കേണ്ടതുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കല്ലുകൾ കൂട്ടിയിടിച്ചാൽ അവ ഒട്ടിപ്പിടിക്കണം എന്നില്ല. ചിലപ്പോൾ അവ തകർന്നു പോകാൻ സാധ്യതയുണ്ട്. ഇവിടെയാണ് സ്ട്രീമിംഗ് ഇൻസ്റ്റെബിലിറ്റി എന്നൊരു ഫിനോമിനൻ കടന്നു വരുന്നത്. ഇത് ഭയങ്കര രസകരമായിട്ടുള്ളൊരു കാര്യമാണ്. ധാരാളം കല്ലുകൾ ഒരിടത്ത് വന്ന് കൂടുമ്പോൾ അവയ്ക്ക് ചുറ്റുമുള്ള വാതകത്തെ അവ സ്വാധീനിക്കാൻ തുടങ്ങും. കാറ്റത്ത് സൈക്കിൾ ചവിട്ടുന്ന ഒരു കൂട്ടം ആളുകളെ ആലോചിച്ച് നോക്കിയാൽ മതി. ഒന്നിനു പിറകെ ഒന്നായി പോകുമ്പോൾ കാറ്റിൻ്റെ തടസ്സം കുറയും. ഇതുപോലെ ഈ കല്ലുകൾ ഒരു വലിയ കൂട്ടമായി മാറുമ്പോൾ അവ സൂര്യനിലേക്ക് വീഴുന്നത് നിൽക്കും. ഈ വലിയ കൂട്ടം പെട്ടെന്ന് തന്നെ അതിൻ്റെ ഗുരുത്വാകർഷണം കാരണം ഒന്നിച്ചു ചേർന്ന് വലിയ പാറകളായി മാറുകയും ചെയ്യും. വെറും കിലോമീറ്ററുകൾ മാത്രം വലിപ്പമുണ്ടായിരുന്ന ഈ പാറകൾ പിന്നീട് ഗ്രഹങ്ങളായി മാറാൻ അധികം സമയമെടുത്തില്ല. ആദ്യത്തെ കുറച്ചു കാലം ഇത്തരം വലിയ പാറകൾ പരസ്പരം വിഴുങ്ങിക്കൊണ്ട് വേഗത്തിൽ വളരാൻ തുടങ്ങി. അതിനെയാണ് റൺഅവേ ഗ്രോത്ത് എന്ന് പറയുന്നത്. എന്നാൽ അവ ഒരു നിശ്ചിത വലിപ്പത്തിൽ എത്തിയപ്പോൾ വളർച്ചയുടെ വേഗത കുറഞ്ഞു. ഇതിനെയാണ് ഒളിഗാർക്കിക് ഗ്രോത്ത് എന്ന് വിളിക്കുന്നത്. അതായത് സൗരയൂഥത്തിൽ കുറേ കുട്ടിഗ്രഹങ്ങൾ പ്ലാനറ്ററി എംബ്രിയോസായി മാറി ഉണ്ടാകാൻ തുടങ്ങി. ഓരോന്നും അവരവരുടെ സ്ഥലത്തെ രാജാക്കന്മാരെ വാഴാൻ തുടങ്ങി. ഭൂമിയുടെയും ചൊവ്വയുടെയും ഒക്കെ വലിപ്പമുള്ള ഏകദേശം 100ഓളം കുട്ടിഗ്രഹങ്ങൾ അന്നുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ഈ കുട്ടിഗ്രഹങ്ങളിൽ നിന്ന് ഇന്നത്തെ സോളാർ സിസ്റ്റത്തിലേക്ക് എത്തിയത് എങ്ങനെയാണെന്ന് അറിയാമോ? ഇവിടെയാണ് വ്യാഴം എന്ന ഗ്രഹം വില്ലനായും നായകനായും ഒരേ സമയം പ്രവർത്തിക്കുന്നത്. ഗ്രാൻഡ് ടോക്ക് എന്നാണ് ഈ ഒരു സിദ്ധാന്തത്തിൻ്റെ പേര്. ഒന്ന് ആലോചിച്ച് നോക്കുക. ചൊവ്വയ്ക്ക് എന്തുകൊണ്ടാണ് വലിപ്പക്കുറവ്? ഇപ്പോൾ ബുധൻ അത്യാവശ്യം ചെറുതാണ്, പിന്നെ ശുക്രൻ ഇച്ചിരി വലുതാണ്, ഭൂമി വലുതാണ്. പക്ഷേ ചൊവ്വ ചെറുതാണ്, വ്യാഴം ഭയങ്കര വലുതാണ്. ആക്ച്വലി ചൊവ്വ ഭൂമിയേക്കാൾ വലുതാകേണ്ടിയിരുന്ന ഒരു ഗ്രഹമായിരുന്നു. എന്നാൽ വ്യാഴം ഉണ്ടായതിനു ശേഷം അത് സൂര്യനോട് അടുത്തേക്ക് നീങ്ങാനായിട്ട് തുടങ്ങി. അതിനെ പറയുന്ന പേരാണ് മൈഗ്രേഷൻ. ഈ ഒരു യാത്രയിൽ വ്യാഴം ഒരു വലിയ JCB പോലെ ചൊവ്വയുടെ അടുത്തുള്ള പാറകളെല്ലാം തള്ളിക്കൊണ്ടു പോകാൻ തുടങ്ങി. അതിനുശേഷം ശനി എന്ന് പറയുന്ന ഗ്രഹം അതിൻ്റെ സൈസ് ഫോം ചെയ്തപ്പോൾ വ്യാഴത്തെ തിരിച്ച് പുറകിലേക്ക് വലിച്ചു. അങ്ങനെ വ്യാഴം അകത്തേക്ക് വന്നതിന് ശേഷം ശനിയുടെ ഇൻഫ്ലുവൻസിൽ തിരിച്ചു പോകുമ്പോൾ ചൊവ്വയ്ക്ക് വളരാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊന്നും ആ ഒരു ഓർബിറ്റിൽ ബാക്കി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ചൊവ്വ ഒരു ചെറിയ ഗ്രഹമായിട്ട് ഒതുങ്ങിപ്പോയത്. എന്നാൽ വ്യാഴത്തിൻ്റെ ഈ യാത്ര കാരണം ഭൂമി അന്നിരുന്ന സ്ഥലത്ത് ഒരുപാട് പാറകൾ വന്ന് അടിഞ്ഞുകൂടി. ഇത് ഭൂമിയെ വേഗത്തിൽ വളരാൻ സഹായിച്ചു. മാത്രമല്ല, ശനിയുടെ ഇൻഫ്ലുവൻസിൽ വ്യാഴം തിരിച്ചു പോകുമ്പോൾ സൗരയൂഥത്തിന് പുറത്തുള്ള ഐസ് നിറഞ്ഞ പാറകളെ ഭൂമിയുടെ അടുത്തേക്ക് തള്ളിയിടുകയും ചെയ്തു. മേ ബി അങ്ങനെയായിരിക്കാം ഇന്ന് നമ്മൾ ഭൂമിയിൽ കാണുന്ന കടലിലെ വെള്ളമില്ലേ, അതിൻ്റെ മെജോറിറ്റിയും ഉണ്ടായിട്ടുണ്ടാവുക. ഈ വളർച്ചയുടെ ഘട്ടം അത്ര ശാന്തമായിരുന്നില്ല. വലിയ പാറകൾ അതിവേഗത്തിൽ വന്ന് ഭൂമിയിൽ ഇടിച്ചുകൊണ്ടേയിരിക്കും. ഓരോ കൂട്ടിയിടിയിലും ഉണ്ടാകുന്ന ഊർജ്ജം ഭീകരമാണ്. ഒരു സെക്കൻഡിൽ 19 കിലോമീറ്ററിലധികം വേഗതയിലാണ് പല പാറക്കഷ്ണങ്ങൾ ഭൂമിയിൽ വന്ന് വീഴുന്നത്. ഈ ഇടികൾ കാരണം ഭൂമി മൊത്തത്തിൽ ഉരുകി ഒരു ലാവയുടെ കടലായിട്ട് മാറി. ഒരു മാഗ്മ ഓഷൻ, അതായത് ഈ അഗ്നിപർവ്വതത്തിൽ നിന്ന് വരുന്ന ലാവയില്ലേ, അത് നിറഞ്ഞ ഭൂമി. ഇന്നത്തെ ഭൂമിയെപ്പോലെ പുറത്ത് തണുത്ത മണ്ണൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല. ആയിരക്കണക്കിന് കിലോമീറ്റർ ആഴത്തിൽ തിളച്ചു മറിയുന്ന ലാവ മാത്രമുള്ളൊരു ഗ്രഹം. ഈ ഒരു അവസ്ഥ ഭൂമിയുടെ ഭാവി മാറ്റാൻ പോകുന്ന ഒരു സംഭവത്തിനാണ് വഴിയൊരുക്കിയത്. അതാണ് അയൺ കാറ്റസ്ട്രഫി അഥവാ ഇരുമ്പിൻ്റെ മഹാദുരന്തം എന്ന് വിളിക്കുന്നത്. പേര് കേട്ട് പേടിക്കേണ്ട, ഇത് ദുരന്തമൊന്നുമല്ല, മറിച്ച് ഭൂമിക്ക് ജീവൻ നൽകാൻ അത്യാവശ്യമായ ഒരു പ്രോസസ്സായിരുന്നു. ഭൂമി മുഴുവൻ ഉരുകി ദ്രാവക രൂപത്തിലായതുകൊണ്ട് തന്നെ അവിടെ വിചിത്രമായ ഒരു കാര്യം സംഭവിച്ചു. നമുക്കറിയാം, ഒരു പാത്രത്തിൽ വെള്ളവും എണ്ണയും ഉണ്ടെങ്കിൽ ഭാരമുള്ളത് താഴെയും ഭാരം കുറഞ്ഞത് മുകളിൽ നിൽക്കും. അതുപോലെ ഭൂമിയിലുണ്ടായിരുന്ന ഇരുമ്പും നിക്കലും പോലെയുള്ള ഭാരമേറിയ ലോഹങ്ങൾ ഈ ഉരുകിയുരച്ച ഫോമിൽ ഗുരുത്വാകർഷണ ബലത്തിൻ്റെ സ്വാധീനത്തിൽ ഭൂമിയുടെ ഉള്ളിലേക്ക്, കേന്ദ്രത്തിലേക്ക് താഴ്ന്നുപോയി. അവ താഴേക്ക് പോകുമ്പോഴുണ്ടാകുന്ന ഘർഷണം വീണ്ടും ഭൂമിയുടെ ചൂട് വർദ്ധിപ്പിച്ചു. അങ്ങനെ ഭൂമിയുടെ ഉൾഭാഗം അഥവാ കോർ രൂപപ്പെടാൻ തുടങ്ങി. ഭാരം കുറഞ്ഞ പാറകൾ മുകളിൽ ഒഴുകി നടന്നു. അങ്ങനെ അവ നമ്മൾ ഈ കാണുന്ന മാൻഡിലായി മാറി. അതാണ് പിന്നെ നമ്മുടെ ഭൂഖണ്ഡങ്ങളൊക്കെ ആയിട്ട് ഭൂമിയുടെ സർഫസായി മാറുന്നത്. ഭൂമിക്ക് ഇങ്ങനെ ഒരു കേന്ദ്രം ഉണ്ടായതുകൊണ്ടുള്ള പ്രധാനപ്പെട്ട ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, അതാണ് നമ്മളെ ഇന്നും ജീവനോടെ നിലനിർത്തുന്നത് എന്ന് പറയാം. ഉള്ളിൽ തിളച്ചുമറിയുന്ന ആ ഒരു ഇരുമ്പ് കേന്ദ്രം കറങ്ങുമ്പോൾ ഭൂമിക്ക് ചുറ്റും ഒരു വൻ കാന്തിക മണ്ഡലമാണ് ഉണ്ടാകുന്നത്.
ഇത് ബഹിരാകാശത്തേക്ക് വ്യാപിച്ചു കിടക്കുന്ന ഒരു അദൃശ്യ കവചം പോലെയാണ്. സൂര്യനിൽ നിന്ന് നിരന്തരം വന്നുകൊണ്ടിരിക്കുന്ന മാരകമായിട്ടുള്ള റേഡിയേഷനിൽ നിന്നും സോളാർ വിൻഡിൽ നിന്നും നമ്മളെ സംരക്ഷിക്കുന്നത് ഈ ഒരു കോട്ടിംഗ് ആണ്. ഈ ഒരു കോട്ടിംഗ് ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ അന്തരീക്ഷം എന്നേ സൂര്യൻ അടിച്ചു മാറ്റിക്കൊണ്ടുപോയേനെ എന്ന് പറയാറുണ്ട്. ചിലപ്പോൾ ഭൂമി ഇന്ന് ചൊവ്വയെ പോലെ വായുവില്ലാത്ത ജീവനില്ലാത്ത ഒരു ഡെഡ് പ്ലാനറ്റായി മാറുമായിരുന്നു. നമ്മുടെ ഈ കോർ ഉണ്ടായതിൻ്റെ സമയം ശാസ്ത്രജ്ഞർ കണക്കാക്കുന്നത് ഹാഫ്നിയം ടങ്സ്റ്റൺ എന്ന ടൈം മെഷീൻ ഉപയോഗിച്ചാണ്. ടൈം മെഷീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സെൻസിലല്ല, ഹാഫ്നിയം ടങ്സ്റ്റൺ എന്ന് പറയുന്ന കോമ്പോസിഷനെ പഠിച്ചിട്ടാണെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ടങ്സ്റ്റൺ എന്ന മൂലകത്തിന് ഇരുമ്പിനോട് വലിയ ഇഷ്ടമുണ്ട്. അതുകൊണ്ട് ഇരുമ്പ് ഉള്ളിലേക്ക് പോയപ്പോൾ അത് ടങ്സ്റ്റണിനെയും കൂടെ കൊണ്ടുപോയി. ഹാഫ്നിയം പാറകളിൽ തന്നെ നിൽക്കും. ഹാഫ്നിയം റേഡിയോ ആക്റ്റീവ് ആയതുകൊണ്ട് അത് പതിയെ ടങ്സ്റ്റൺ ആയിട്ട് മാറും. ഇന്നത്തെ ഭൂമിയുടെ ഉപരിതലത്തിൽ എത്ര ടങ്സ്റ്റൺ ഉണ്ട് എന്ന് നോക്കിയാൽ ആ ടങ്സ്റ്റൺ എല്ലാം ഹാഫ്നിയത്തിൻ്റെ റേഡിയേഷൻ്റെ ഫലമായിട്ടുണ്ടായതാണ്. ആദ്യകാലത്തുള്ള ടങ്സ്റ്റൺ എല്ലാം അകത്തേക്ക് പോയി. അതായത് ഇരുമ്പും ടങ്സ്റ്റണും ഒന്നിച്ചാണല്ലോ പോയത്. അപ്പോൾ ഇരുമ്പ് താഴേക്ക് പോയത് ഭൂമി ഉണ്ടായി ഏകദേശം 3 കോടി മുതൽ 10 കോടി വർഷങ്ങൾക്കിടയിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഇത്രയൊക്കെ ആയപ്പോഴേക്കും ഭൂമിക്ക് തൻ്റെ ഏറ്റവും വലിയ പരീക്ഷണം നേരിടേണ്ടി വന്നു. അതായത് ഏതാണ്ട് ചൊവ്വയുടെ വലിപ്പമുള്ള തെയ എന്നൊരു അന്യഗ്രഹം ഭൂമിയുമായിട്ട് നേരിട്ട് കൂട്ടിയിടിച്ചു. അതൊരു ചെറിയ മുട്ടലൊന്നും ആയിരുന്നില്ല. ഭൂമിയെ ഏതാണ്ട് പൂർണ്ണമായും തകർത്ത് കളഞ്ഞ ഒരു അടിയായിരുന്നു അത്. ഈ ആഘാതത്തിൽ ഭൂമിയുടെ വലിയൊരു ഭാഗം ആവിയായിപ്പോയി. പണ്ട് നമ്മൾ കരുതിയിരുന്നത് അതൊരു ചെറിയ വശത്തേക്കുള്ളൊരു ഇടിയാണ് എന്നുള്ളതാണ്. എന്നാൽ പുതിയ പഠനങ്ങൾ പറയുന്നത് ഇതൊരു ഭീകരമായിട്ടുള്ള ഇടിയായിരുന്നു എന്നാണ്. ഈ ഇടിയിൽ ഭൂമി എന്ന് പറയുന്ന ഗ്രഹത്തിൻ്റെ ആകൃതി തന്നെ മാറി. അതൊരു ഡോണറ്റിൻ്റെ ആകൃതിയിലുള്ള പുകയും ലാവയും നിറഞ്ഞ ഒരു അവസ്ഥയിലേക്ക് മാറി. ഇതിനെയാണ് സയൻറ്റിസ്റ്റുകൾ സിനസ്റ്റിയ എന്ന് വിളിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ ഭൂമി പണ്ട് ബഹിരാകാശത്ത് ഒരു വലിയ പുകവളയം പോലെ കറങ്ങുകയായിരുന്നു. 4000 ഡിഗ്രി സെൽഷ്യസ് ചൂടായിരുന്നു അന്ന് അവിടെ. ഈ പുകവളയത്തിനുള്ളിൽ വെച്ച് തെയ എന്ന് പറയുന്ന ഗ്രഹവും ഭൂമിയും ഒരുപോലെ മിക്സായി. അതുകൊണ്ടാണ് ആ കൂട്ടിയിടിയിൽ ഭൂമിയുടെ ഒരു ഭാഗം തെറിച്ചുപോയി പിന്നെ ഭൂമിക്ക് ചുറ്റും കറങ്ങി ചന്ദ്രനായി മാറി എന്ന് പറയുന്നത്. അതായത് ഭൂമിയിലെയും ചന്ദ്രനിലെയും പാറകൾ ഒരുപോലെയാണ് ഇരിക്കുന്നത്. ഈ പുകവളയം പതിയെ തണുക്കാൻ തുടങ്ങിയപ്പോൾ ആകാശത്ത് നിന്ന് കല്ലുകൾ മഴയായിട്ട് പെയ്യാൻ തുടങ്ങി. അതായത് റോക്ക് റെയിൻ. ഈ കല്ലുകൾ ഒത്തുചേർന്നാണ് ചന്ദ്രൻ ഉണ്ടായത് എന്നർത്ഥം. രാത്രിയിൽ നോക്കി നിൽക്കാൻ ഒരു ചന്ദ്രനെ കിട്ടി എന്നതിലുപരി ഈ ഒരു കൂട്ടിയിടി കൊണ്ട് മറ്റൊരു വലിയ മാറ്റം കൂടി ഉണ്ടായിട്ടുണ്ട്. ചന്ദ്രൻ ഉണ്ടായ സമയത്ത് അത് ഭൂമിയോട് വളരെ അടുത്തായിരുന്നു. ഇന്നത്തെ പോലെ ശാന്തനല്ലായിരുന്നു അന്ന് ചന്ദ്രൻ. ആ ആഘാതത്തിൽ ഭൂമിയുടെ കറക്കം വളരെ വേഗത്തിലാകാൻ തുടങ്ങി. ഒരു ദിവസം വെറും 2 അല്ലെങ്കിൽ 3 മണിക്കൂർ മാത്രമായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. അത്ര വേഗത്തിലാണ് ഭൂമി കറങ്ങിയത്. പക്ഷേ പിന്നീട് ചന്ദ്രൻ അകലേക്ക് പോയപ്പോഴാണ് ഭൂമിയുടെ കറക്കത്തിൻ്റെ വേഗത കുറഞ്ഞ് ഇന്നത്തെ 24 മണിക്കൂറിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്നത്. നമ്മുടെ ചന്ദ്രൻ ഇല്ലായിരുന്നുവെങ്കിൽ ഭൂമി ഒരു പമ്പരം പോലെ തുള്ളിക്കളിക്കുമായിരുന്നു. കാലാവസ്ഥകൾ താറുമാറാകുമായിരുന്നു. ചന്ദ്രൻ്റെ വലിപ്പമാണ് ഭൂമിയെ ഇങ്ങനെ ശാന്തമായി തിരിയാൻ സഹായിക്കുന്നത്. ഭൂമിയുടെ അച്ചുതണ്ട് ഒന്ന് ചരിഞ്ഞു. ആ 23 ഡിഗ്രി ചരിവാണ് നമ്മൾ ഇന്ന് കാണുന്ന കാലാവസ്ഥ നൽകുന്നത്. ഭൂമിയുടെ ഈ ചരിവ് കാരണമാണ് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും സൂര്യപ്രകാശം കൃത്യമായിട്ട് എത്തുന്നത്. ചന്ദ്രൻ ഉണ്ടായതിനു ശേഷവും ഭൂമി ഒരു തീയുണ്ട തന്നെയായിരുന്നു. ഇതിനെയാണ് നമ്മൾ ഹേഡിയൻ കാലഘട്ടം എന്ന് വിളിക്കുന്നത്, ഹേഡിയൻ എറ. ഹേഡീസ് എന്ന ഗ്രീക്ക് നരകദേവൻ്റെ പേരിൽ നിന്നാണ് ഈ പേര് വന്നത്. കാരണം അന്ന് ഭൂമി ഒരു നരകം എന്ന് നമ്മൾ സോ കോൾഡ് വിളിക്കുന്ന കത്തി നിൽക്കുന്ന സമയത്താണ്. എന്നാൽ ഈ ഒരു ഹെല്ലിൽ നിന്ന് എങ്ങനെയാണ് ശാന്തമായൊരു ലോകം ഉണ്ടായത്? ആ ഉരുകി കിടന്ന ലാവയുടെ കടൽ പതിയെ തണുക്കാൻ തുടങ്ങി. ഈ തണുക്കുന്ന പ്രക്രിയ വളരെ സവിശേഷമാണ്. ഭൂമിയുടെ ഉള്ളിൽ മർദ്ദം കൂടുതലായതുകൊണ്ട് അടിഭാഗത്തെ ലാവ ആദ്യം കട്ടിയായി. ആ ലാവയിൽ നിന്ന് വാതകങ്ങൾ പുറത്തേക്ക് തള്ളപ്പെട്ടു. ഇതായിരുന്നു ഭൂമിയുടെ ആദ്യത്തെ ശരിക്കുമുള്ള അന്തരീക്ഷം. ഈ അന്തരീക്ഷത്തിൽ ഓക്സിജൻ ഒന്നും ഉണ്ടായിരുന്നില്ല. പകരം കാർബൺ ഡൈ ഓക്സൈഡും നൈട്രജനും നീരാവിയുമായിരുന്നു. ഈ നീരാവിക്ക് ആകാശത്തേക്ക് പോകാൻ കഴിയില്ലായിരുന്നു. കാരണം ഭൂമിയുടെ ചൂട് അത്രയധികം ഉണ്ടായിരുന്നു. ഭൂമി പതുക്കെ തണുത്തപ്പോൾ ഈ നീരാവി തണുത്ത് മഴയായിട്ട് പെയ്യാൻ തുടങ്ങി. സാധാരണ ഒരു മഴയല്ല, ആയിരക്കണക്കിന് വർഷം നീണ്ടു നിൽക്കുന്ന അതിഭീകരമായ പ്രളയം. ഈ ഭൂമിയിൽ എങ്ങനെയാണ് വെള്ളം ഉണ്ടായത് എന്നുള്ള ചോദ്യത്തിന് പലതരത്തിലുള്ള ഹൈപ്പോത്തിസിസുകൾ നിലനിൽക്കുന്നുണ്ട്. അതിലൊന്ന്, ഈ നമ്മുടെ സോളാർ സിസ്റ്റം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ സൗരയൂഥത്തിൻ്റെ പല ഭാഗത്തായിട്ട് അല്ലെങ്കിൽ സൗരയൂഥം ഉണ്ടാകാൻ പോകുന്ന പ്ലേസിലും മറ്റുമായിട്ട് വെള്ളത്തിൻ്റെ വലിയൊരു ശേഖരം മറ്റ് സൂപ്പർനോവകളിൽ നിന്നും മറ്റും ഉണ്ടായിരുന്നുവെന്നും പിന്നെ സോളാർ സിസ്റ്റം ഫോം ചെയ്തപ്പോൾ ഈ വെള്ളം സോളാർ സിസ്റ്റത്തിൽ ട്രാപ്പായതാണെന്നും പറയുന്നുണ്ട്. എന്തായാലും ഭൂമി ഉണ്ടായതിനു ശേഷം ആയിരക്കണക്കിന് വർഷം നീണ്ടു നിന്ന മഴ എന്ന് പറയുന്ന പ്രതിഭാസം ഭൂമിയിൽ ഉണ്ടായിട്ടാണ് ഭൂമിയിലെ ആദ്യത്തെ സമുദ്രങ്ങൾ രൂപപ്പെട്ടത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, മഴ പെയ്യണമെങ്കിൽ ഒരുപാട് നീരാവി വേണ്ടേ, ഒരുപാട് മേഘങ്ങൾ വേണ്ടേ? ആക്ച്വലി ഭൂമിയിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് കാണുന്ന രീതിയിൽ ഭൂമിയുടെ സർഫസിലെ കടലുണ്ടല്ലോ, ആ കടൽ മുഴുവൻ നിറയുന്ന രീതിയിൽ
ഒരുപാട് വർഷത്തെ പ്രോസസ്സ് ഉണ്ടാവും. അത് നമ്മൾ കാണും പോലെയുള്ള പേമാരി ആയിരിക്കില്ല. കാരണം ഭൂമിയുടെ പല ഭാഗത്തായിട്ട് പല രീതിയിൽ വെള്ളമുണ്ട്. ഈ വെള്ളമെല്ലാം സർഫസിൽ വന്ന് അത് കെട്ടിക്കിടക്കുന്ന രൂപത്തിലേക്ക് മാറണം. ആക്ച്വലി ഭൂമി ഭയങ്കര വലുതാണ്. ഭൂമിയുടെ 2 ഭാഗം വെള്ളമാണെങ്കിലും ഭൂമിയുടെ ആകെ സൈസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഭൂമിയുടെ ഏറ്റവും സർഫസിലുള്ള കുറച്ച് ആഴത്തിൽ മാത്രമേ സമുദ്രമുള്ളൂ. ബാക്കി മുഴുവൻ സോളിഡ് ആയിട്ടുള്ള ഭാഗങ്ങളാണ് കാണാൻ പറ്റുക. അതായത് നമ്മളൊരു ഓറഞ്ച് എടുത്താൽ ഓറഞ്ചിൻ്റെ സ്കിന്നിൻ്റെ തിക്നെസ് ഇല്ലേ, അത്ര മാത്രമേ ഭൂമിയുടെ ഈ 6000 കിലോമീറ്റർ റേഡിയസ് വെച്ച് നോക്കുമ്പോൾ സമുദ്രത്തിലെ വെള്ളത്തിനുള്ളൂ. ഏകദേശം ഒരു ശരാശരി 3-4 കിലോമീറ്റർ അല്ലെങ്കിൽ മാക്സിമം ഒരു 13 കിലോമീറ്ററൊക്കെയാണ് ആഴം. പക്ഷേ ഭൂമിയുടെ കേന്ദ്രത്തിലേക്ക് പോകാൻ 6000 കിലോമീറ്റർ താഴ്ചയുണ്ട്. സോ ഈ വെള്ളം സമുദ്രത്തിൽ കെട്ടിക്കിടക്കാനായിട്ട് അത്രത്തോളം മഴ പെയ്യണ്ടേ, അത്രത്തോളം വെള്ളം വരണ്ടേ എന്നൊക്കെ നിങ്ങൾ ചോദിക്കും. പണ്ട് നമ്മൾ വിചാരിച്ചു വെച്ചിരുന്നത് ഭൂമിയിലെ ആദ്യത്തെ 50 കോടി വർഷം ഭൂമി വെറും ഒരു തീഗോളമായിട്ടാണ് നിന്നിരുന്നതെന്നാണ്. അവിടെ വെള്ളമോ കരയോ ഉണ്ടായിരുന്നില്ല എന്ന് നമ്മൾ വിശ്വസിച്ചു. എന്നാൽ ഓസ്ട്രേലിയയിലെ ജാക്ക് ഹിൽസ് എന്ന സ്ഥലത്ത് നിന്ന് കിട്ടിയ സിർക്കോൺ എന്ന ചെറിയ കല്ലുകൾ ഈ ചിന്താഗതി തെറ്റാണെന്നാണ് പറഞ്ഞത്. ഈ സിർക്കോൺ എന്ന് പറയുന്ന തരികൾ എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം കോമ്പോസിഷനാണ്. ഈ കാണുന്ന ഒരു കോമ്പോസിഷനാണ് സിർക്കോൺ. ഈ തരികൾക്ക് 440 കോടി വർഷത്തെ പഴക്കമുണ്ട്. ഞാൻ എന്താണെന്ന് പറയാൻ കാര്യം എന്ന് വെച്ചാൽ, ഒരു മണൽത്തരിയേക്കാൾ വലിപ്പം കുറഞ്ഞ ഈ കല്ലുകൾക്ക് ചില രഹസ്യങ്ങൾ പറയാനുണ്ട്. ഈ സിർക്കോൺ കല്ലുകൾ പരിശോധിച്ചാൽ മനസ്സിലാകുന്നത് ഇവ ഉണ്ടായത് വെള്ളത്തിൻ്റെ സാന്നിധ്യത്തിലാണ് എന്നാണ്. അതായത് തിളച്ചു മറിഞ്ഞ ഭൂമിയിൽ മഴ പെയ്യുമ്പോഴാണ് പെട്ടെന്ന് അത് തണുത്ത സിർക്കോണുകൾ ഉണ്ടാവുന്നത്. ഭൂമി ഉണ്ടായി വെറും 16 കോടി വർഷത്തിനുള്ളിൽ തന്നെ ഇവിടെ കടലുകൾ ഉണ്ടായിരുന്നു എന്നതിൻ്റെ തെളിവാണ് സിർക്കോണിൻ്റെ പഴക്കം. നമ്മൾ ഹെൽ എന്ന് വിളിച്ച, നരകം എന്ന് വിളിച്ച ആ കാലത്ത് തന്നെ ജീവൻ തുടിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഭൂമിയിൽ നിറഞ്ഞിരുന്നു എന്നർത്ഥം. ഈ ഒരു കൂളിംഗ് പ്രോസസ്സിൽ പ്രകൃതിയുടെ ഒരു വലിയ ബാലൻസിങ് നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ ഭൂമിയുടെ ഉള്ളിലെ ലാവ തണുത്തുറഞ്ഞപ്പോൾ അതിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡാണ് പുറത്തേക്ക് വന്നത്. ഇത് അന്തരീക്ഷത്തിൽ ഒരു പുതപ്പ് പോലെ നിൽക്കാൻ തുടങ്ങി. പിന്നീട് ഈ കാർബൺ ഡൈ ഓക്സൈഡ് കടൽ വെള്ളത്തിലേക്ക് ഡിസോൾവ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അന്തരീക്ഷം തെളിഞ്ഞു വരാനായിട്ട് ആരംഭിച്ചു. ഏകദേശം 400 കോടി വർഷം മുമ്പ് ആയപ്പോഴേക്കും ഭൂമി ഒരു ഉറച്ച ഉപരിതലവും നീല സമുദ്രങ്ങളും ശ്വസിക്കാൻ കഴിയാത്തതാണെങ്കിലും ഒരു ഗ്യാസൊക്കെ നിറഞ്ഞ അന്തരീക്ഷവുമായിട്ട് മാറിയിരുന്നു. ഇവിടുത്തെ ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അന്തരീക്ഷത്തിൻ്റെ സ്വഭാവം തീരുമാനിച്ചത് ഭൂമിയുടെ ഉള്ളിലെ ഇരുമ്പ് എത്രത്തോളം ഡെപ്തിൽ പോയി എന്നതിനെ ആശ്രയിച്ചാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ അയൺ കാറ്റസ്ട്രോഫി നടന്നപ്പോൾ ഭാരമേറിയ ഇരുമ്പ് താഴേക്ക് പോയി എന്ന് ഞാൻ പറഞ്ഞില്ലേ. ആ ഇരുമ്പ് താഴേക്ക് പോയതോടെ മുകളിലുള്ള പാറകളിൽ ഓക്സിജൻ്റെ അളവ് കൂടി. ഇതിനെയാണ് ഓക്സിജൻ ഫ്യുഗാസിറ്റി എന്ന് വിളിക്കുന്നത്. ഈ ഒരു പ്രോസസ്സ് നടന്നില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ അന്തരീക്ഷം കാർബൺ മോണോക്സൈഡ് നിറഞ്ഞ ഒന്നായി മാറുമായിരുന്നു. എന്നാൽ ഇരുമ്പ് താഴേക്ക് പോയതോടെ കാർബൺ പുറത്തേക്ക് വന്നത് കാർബൺ ഡയോക്സൈഡ് ആയിട്ടാണ്. നൈട്രജൻ ആകട്ടെ പാറകളിൽ ഒട്ടിപ്പിടിക്കാൻ ഇഷ്ടമില്ലാത്ത ഇൻസോല്യുബിളായിട്ടുള്ള കൂട്ടത്തിലായതുകൊണ്ട് അത് വേഗത്തിൽ അന്തരീക്ഷത്തിലെത്തി. ഇന്ന് നമ്മുടെ അന്തരീക്ഷത്തിൻ്റെ 78% നൈട്രജൻ ആയിരിക്കുന്നത് അതുകൊണ്ടാണ്. വെള്ളം അല്പം വ്യത്യസ്തനാണ്. വെള്ളത്തിന് ലാവയിൽ അലിഞ്ഞു ചേരാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഭൂമി മുഴുവൻ ഉരുകി കിടന്നപ്പോൾ നീരാവി പുറത്തേക്ക് വരാതെ ഉള്ളിൽ തന്നെ കുടുങ്ങിപ്പോയി. ഭൂമി ഏതാണ്ട് 70% കട്ടിയായി മാറുമ്പോൾ സോളിഡിഫിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലേക്ക് മാറി. അതിനാണ് കട്ടിയാവുക എന്ന് പറയുന്നത്. ആ സമയത്ത് വെള്ളം വലിയൊരു പൊട്ടിത്തെറിയിലൂടെ മാത്രമാണ് അന്തരീക്ഷത്തിലേക്ക് വന്നത്. അങ്ങനെയുള്ളൊരു ഭൂമിയെ സങ്കല്പിച്ച് ആകാശം മുഴുവൻ കറുത്തിരുണ്ട്, കിലോമീറ്ററോളം കനത്തിൽ നീരാവിയും കാർബൺ ഡൈ ഓക്സൈഡും നിറഞ്ഞ ഒരു അന്തരീക്ഷം. സൂര്യപ്രകാശം പോലും താഴേക്ക് എത്താത്ത അത്രയും കട്ടിയിലായിരുന്നു ഇത് സംഭവിച്ചത്. ഇത് നമ്മുടെ ഭൂമിയെ ഒരു പ്രഷർ കുക്കറിനുള്ളിൽ എന്ന പോലെ അതിശക്തമായിട്ട് ചൂടാക്കി. ഇതിനെയാണ് സൂപ്പർ ഗ്രീൻ ഹൗസ് എന്ന് വിളിക്കുന്നത്. എന്നാൽ ഭൂമിയിൽ നിന്ന് ബഹിരാകാശത്തേക്ക് താപം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് പതിയെ ആ നീരാവിയും തണുക്കാൻ തുടങ്ങി. ആ തണുപ്പാണ് ആദ്യത്തെ മഴത്തുള്ളിയായി മാറുന്നത്. ആയിരക്കണക്കിന് വർഷം നീണ്ടു നിന്ന ഒരു മഴ. ആ മഴ തീർന്നപ്പോൾ ഭൂമിയുടെ അന്തരീക്ഷത്തിലെ പകുതിയിലധികം ഭാരവും കടലുകളായി മാറി താഴെ അടിഞ്ഞു. അന്തരീക്ഷം തെളിഞ്ഞ് ആകാശം നീല നിറമായി മാറി. ഭൂമി പതുക്കെ ഇന്നത്തെ രൂപത്തിലേക്ക് മാറുകയായിരുന്നുവെങ്കിലും പെട്ടെന്നല്ല അത് നീലാകാശമായി മാറിയത്. ആദ്യകാലത്തെ അന്തരീക്ഷത്തിൽ മീഥൈനും കാർബൺ ഡൈ ഓക്സൈഡും ആയിരുന്നതുകൊണ്ട് ഒരുതരം ഓറഞ്ച് അല്ലെങ്കിൽ ചുവപ്പ് കലർന്ന നിറമായിരുന്നു. ശ്വസിക്കാൻ ഓക്സിജൻ ഉണ്ടായിരുന്നില്ല. സൂര്യന് ഇന്നത്തെ അത്ര വെളിച്ചവും ഭൂമിയിലേക്ക് കടത്തിവിടാൻ പറ്റുമായിരുന്നില്ല. എങ്കിലും അന്തരീക്ഷത്തിലെ വാതകങ്ങൾ ചൂടിനെ പിടിച്ചു നിർത്തി ഒരു ഗ്രീൻ ഹൗസ് പോലെ പ്രവർത്തിച്ചു. പച്ചപ്പില്ലാത്ത വെറും പാറകളും ആസിഡ് കലർന്ന കടലും മാത്രമുള്ള ഒരു ലോകമായിരുന്നു അത്. പക്ഷേ ഈ കടലിനുള്ളിൽ വിശ്വസിക്കാൻ കഴിയാത്ത എന്തോ ഒന്ന് പതുക്കെ രൂപപ്പെടുന്നുണ്ടായിരുന്നു. ഭൂമിയിലെ വെറും രാസവസ്തുക്കൾ ജീവനുള്ള ഒന്നായി മാറാനുള്ള പ്രോസസ്സ്. ജീവൻ്റെ തുടക്കം എങ്ങനെയായിരുന്നു എന്ന് മനസ്സിലാക്കാൻ ആ ഒരു പഴയ കടലിൻ്റെ രാസഘടനയാണ് നമ്മൾ നോക്കേണ്ടത്. ഗവേഷകർ ഇതിനെ പ്രീമോർഡിയൽ സൂപ്പ് എന്ന് വിളിക്കും. ജീവൻ്റെ അടിസ്ഥാന ഘടകങ്ങളായിട്ടുള്ള അമിനോ ആസിഡുകളൊക്കെ നിറഞ്ഞ ഒരു മിശ്രിതം.
ചിലത് ഉൽക്കകൾ വഴി എത്തിയതാണെന്ന് പറയുന്നുണ്ട്, ചിലത് ഇവിടുത്തെ അഗ്നിപർവ്വതങ്ങളുടെ ചൂടിലുണ്ടായതാണെന്ന് പറയുന്നുണ്ട്, മറ്റു ചിലത് കടലിനടിയിലെ ആഴങ്ങളിൽ സൂര്യപ്രകാശം എത്താത്ത ഹൈഡ്രോ തെർമൽ വെൻസിലുണ്ട് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പല ഹൈപ്പോത്തിസിസുകളുണ്ട് എങ്ങനെയാണ് ജീവൻ്റെ ആദ്യത്തെ സൂപ്പിന് ആവശ്യമായിട്ടുള്ള ഒരു കോമ്പോസിഷൻ ഉണ്ടാകുന്നതെന്ന്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കെമിക്കൽ ലബോറട്ടറി ആയിട്ട് ഭൂമി കുറേ കാലം പ്രവർത്തിച്ചിരുന്നു. അവിടെ ഹൈഡ്രോ തെർമൽ വെൻറ്റുകളിലൊക്കെ തന്നെ പലതരത്തിലുള്ള കെമിക്കൽ റിയാക്ഷനുകൾ നടക്കുകയും അത്തരം കെമിക്കൽ റിയാക്ഷനുകൾ ചുറ്റുപാടോട് പ്രതികരിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. ഇവിടെയാണ് നമ്മൾ വളരെ പ്രധാനമായിട്ടും ഭൂഗർഭശാസ്ത്രം പഠിക്കുന്നത്. വിവരങ്ങൾ സൂക്ഷിക്കാനും നിയന്ത്രിക്കാനും കഴിയുന്ന RNA പോലെയുള്ള തന്മാത്രകൾ കടലിൻ്റെ ഹൈഡ്രോ തെർമൽ വെൻറ്റുകളുടെ അടുത്താണ് ഉണ്ടായത് എന്ന് പറയപ്പെടുന്നു. ആക്ച്വലി ഭൂമിയിൽ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള മോളിക്യൂളുകൾ ജീവന് കാരണമാകുന്ന രീതിയിലേക്ക് ഉണ്ടാകാനുള്ള റീസൺ വളരെ പെട്ടെന്ന് സംഭവിച്ചതല്ല എന്ന് കാണാൻ പറ്റും. ലക്ഷക്കണക്കിന് വർഷങ്ങൾ നീണ്ടു നിന്ന ഒരു എക്സ്പെരിമെൻ്റ് പോലെയായിരുന്നു അത്. കടലിലെ കോടിക്കണക്കിന് വിള്ളലുകളിലും മറ്റും ഒരേ സമയം ലക്ഷക്കണക്കിന് കെമിക്കൽ എക്സ്പെരിമെൻറ്റ്സ് നടന്നുകൊണ്ടേയിരുന്നു. മിക്കതും പരാജയമായിരുന്നു. പക്ഷേ ഈ വിശ്വമഹാസഭയിലെ ഈ ഒരു കോമ്പറ്റീഷനിടയിൽ എന്നെങ്കിലും ഒരിക്കലും ഒരു ജയം ഉണ്ടാകണമല്ലോ. അങ്ങനെയാണ് ഒരു തന്മാത്ര അതിൻ്റെ പതിപ്പുകളെ തനിയെ ഉണ്ടാക്കുന്ന രീതിയിലേക്ക് മാറുന്നത്. അതിന് ഇന്നത്തെ പട്ടിയെപ്പോലെയോ മരത്തെപ്പോലെയുള്ള ബോധമൊന്നുമില്ല. പക്ഷേ നിലനിൽക്കാനും പടരാനുമുള്ളൊരു വാശി, എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസിനെ അതിജീവിക്കാനുള്ളൊരു വാശി അതിനുണ്ടായിരുന്നു. അതായിരിക്കണം ജീവൻ്റെ ആദ്യത്തെ സ്പന്ദനം. ഒരു തന്മാത്രയായിരിക്കില്ല. ജീവൻ ഉണ്ടാകാനും അത് പരിണമിച്ച് പല രൂപങ്ങളിലേക്ക് മാറാനുമുള്ള സാധ്യത മറ്റനവധി കോമ്പോസിഷനുകളിലൂടെ സാധ്യമാവും. പക്ഷേ ഭൂമിയുടെ സാഹചര്യത്തിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതിയിലുള്ള കെമിക്കൽസ് ആയിരിക്കും അന്ന് ഇത്തരത്തിലുള്ള പ്രോപ്പർട്ടി കാണിച്ചത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു വലിയ മാറ്റത്തിൻ്റെ പടിവാതിലിൽ എത്തിയ സമയത്താണ്. വെറും പൊടിയിൽ നിന്ന് തുടങ്ങി ഉരുകിയ തീഗോളമായിട്ട് പിന്നീട് സമുദ്രങ്ങളുള്ള ഒരു ഗ്രഹമായി ഭൂമി പരിണമിച്ചു കഴിഞ്ഞ കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ശരിയായ ചൂട്, ശരിയായ രാസവസ്തുക്കൾ, സുരക്ഷിതമായ അന്തരീക്ഷം എന്നിവയെല്ലാം ഇവിടെ ഒത്തുചേർന്ന് വന്നു. ഭൂമി ഇനി വെറും ഒരു പാറയല്ല, അതൊരു സങ്കീർണമായ യന്ത്രമായി മാറുകയാണ്. ഇതിനിടയിൽ ഭൂമി തൻ്റെ ബാലൻസ് നിലനിർത്താൻ പഠിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ബാലൻസ് അത്ര എളുപ്പത്തിൽ കിട്ടിയതല്ല. ഭൂമിക്കുള്ളിലെ ചൂടും പുറത്ത് സൂര്യനിൽ നിന്നുള്ള ഊർജ്ജവും തമ്മിലുള്ളൊരു യുദ്ധമാണത്. ഭൂമിയുടെ ഉള്ളിലെ ചൂട് ഇന്നും സൂര്യൻ്റെ ഉപരിതലത്തോളം വരുന്നുണ്ട്. ഭൂമി ഉണ്ടായപ്പോൾ കിട്ടിയ പഴയ ചൂടും പിന്നെ ഉള്ളിലെ റേഡിയോ ആക്റ്റീവ് മൂലകങ്ങൾ നശിക്കുമ്പോൾ പുറത്തു വരുന്ന ചൂടും ചേർന്നാണിത്. ഈ ചൂടാണ് ഭൂമിയുടെ പുറംതോട് പതുക്കെ നീങ്ങാൻ കാരണമാകുന്നത്. ഇതിനെ നമ്മൾ പ്ലേറ്റ് ടെക്ടോണിക്സ് എന്ന് വിളിക്കും. ഭൂഖണ്ഡങ്ങൾ നീങ്ങുന്നതും പർവ്വതങ്ങൾ ഉണ്ടാകുന്നതും കാർബൺ സൈക്കിൾ പ്രവർത്തിക്കുന്നതുമൊക്കെ ഈ ഉള്ളിലെ ചൂട് നിലനിൽക്കുന്നതുകൊണ്ടാണ്. നമ്മുടെ ഭൂമി ചന്ദ്രനെ പോലെയോ ചൊവ്വയെ പോലെയോ ഡെഡായ ഒരു ഗ്രഹമാകാതിരിക്കാൻ കാരണം ഈ ഉള്ളിലുള്ള മൂവ്മെൻ്റാണ്. അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡ് പല കാരണങ്ങളാൽ പാറകളിലൂടെയും മറ്റും കടലിലെത്തുകയും അവിടെ നിന്ന് പാറകൾ ഭൂമിയുടെ ഉള്ളിലേക്ക് പോവുകയും ചെയ്യും. എന്നിട്ട് ഇവ അഗ്നിപർവ്വതങ്ങൾ വഴി തിരികെ വരും. ഭൂമിയുടെ താപനില കൃത്യമായി നിലനിർത്തുന്ന ഒരു തെർമോസ്റ്റാറ്റിക് പ്ലേറ്റ് പോലെയാണിത്. ഈ ഒരു സൈക്കിൾ നടന്നില്ലെങ്കിൽ ഭൂമി ഒന്നുകിൽ കടുത്ത തണുപ്പിലേക്ക് പോകും, അല്ലെങ്കിൽ ഓവറായിട്ട് ഹീറ്റായിട്ട് ജീവൻ അസാധ്യമാകും. 350 കോടി വർഷങ്ങൾക്ക് മുൻപുള്ള ഭൂമിയെ നോക്കിയാൽ അതൊരു വലിയ ഒരുക്കത്തിലാണെന്ന് കാണാം. കടലിൽ ഞാൻ പറഞ്ഞു പ്രീമോഡിയൽ സൂപ്പുകൾ നിറഞ്ഞു. അന്തരീക്ഷം ഒരു പുതപ്പ് പോലെ ഭൂമിയെ മൂടി. കാന്തിക മണ്ഡലം സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് ഹാംഫുൾ റേഡിയേഷൻ വരാതെ രക്ഷിക്കുന്നു. ചന്ദ്രൻ നമ്മുടെ ചരിവ് മാറ്റാതെ കാക്കുന്നു. സോ എല്ലാം റെഡിയാണ്. നമ്മളിനി നടന്നു വന്ന ദൂരത്തെക്കുറിച്ച് ആലോചിക്കുക. വെറും പൊടിമണലുകൾ വൈദ്യുതിയുടെ ബലത്തിൽ ഒട്ടിപ്പിടിച്ച് ഗ്രഹങ്ങൾ ഉണ്ടായതുവരെ നമ്മൾ പറഞ്ഞു. നമ്മുടെ ശരീരത്തിലെ ഓരോ ആറ്റവും പണ്ട് മരിച്ചുപോയ നക്ഷത്രങ്ങളിൽ ഉണ്ടായതാണെന്ന് പലപ്പോഴും പറയാറുണ്ട്. നിങ്ങളുടെ രക്തത്തിലെ ഇരുമ്പ് ഭൂമിയുടെ കേന്ദ്രങ്ങളിലേക്ക് ആഴ്ന്നു പോയ ആ പഴയ ഇരുമ്പിൻ്റെ ഭാഗമാണ്. നമ്മുടെ എല്ലുകളിലെ കാൽസ്യം അഗ്നിപർവ്വതങ്ങൾ പുറത്തുവിട്ടതാണ്. നമ്മുടെ ശരീരത്തിലെ 60% വരുന്ന വെള്ളം കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഉൽക്കകൾ വഴി ഭൂമിയിലേക്ക് എത്തിയതാണ്. നമ്മൾ ഓരോരുത്തരും ഈ ഭൂമിയുടെ ഒരു ചെറിയ കഷ്ണമാണ്. സിമ്പിളായിട്ടുള്ള നിയമങ്ങളിൽ നിന്ന് എങ്ങനെയാണ് ഇത്രയും വലിയൊരു പ്രപഞ്ചമുണ്ടായി എന്നുള്ളത് സത്യത്തിൽ വിസ്മയകരവും അത്ഭുതമാണ്. ഗുരുത്വാകർഷണവും തെർമോഡൈനാമിക്സും ഒക്കെ ചേർന്ന് മനുഷ്യനെന്ന് പറയുന്ന ഈ ഒരു അത്ഭുത ജീവി ഉണ്ടായി വരാനെടുത്ത വലിയ കാലയളവ് ആക്ച്വലി നമ്മൾ വളരെ വിനീതപൂർവ്വം ഓർക്കണം. ഭൂമി വെറും ഒരു സ്റ്റേജ് അല്ല, നമ്മളും ഭൂമിയും ഒരേ സംവിധാനത്തിൻ്റെ ഭാഗമാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇതിനും വലിയ മാറ്റങ്ങളെക്കുറിച്ചാണ്. ജീവൻ ഭൂമിയെ മാറ്റാൻ തുടങ്ങുന്ന സാഹചര്യം. ഈ ഓറഞ്ച് ആകാശത്തെ നീലയാക്കുന്നതും ഡെഡായിട്ടുള്ള പാറകളിൽ പച്ചപ്പ് പടർത്തുന്നതുമൊക്കെ ജീവനാണ്. പക്ഷേ അതിനു മുൻപ് ഈ ശാന്തമായ അവസ്ഥയിൽ ഭൂമി ഒരു വലിയ പരീക്ഷണശാലയായി നിന്നു എന്ന് നേരത്തെ ഞാൻ പറഞ്ഞു. ഈ അത്ഭുതകരമായിട്ടുള്ള എഞ്ചിനീയറിംഗ് വർക്കിൻ്റെ ഫലമാണ് നമ്മൾ ഇന്ന് കാണുന്ന ലോകം. 460 കോടി വർഷത്തെ ആ വലിയ പരീക്ഷണം അതിൻ്റെ ഏറ്റവും രസകരമായിട്ടുള്ള അധ്യായത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. സൗരയൂഥം ഉണ്ടായപ്പോൾ സൂര്യനിൽ നിന്നൊരു പ്രത്യേക ദൂരം നമ്മൾ കണക്കാക്കാറുണ്ട്. അതിനെ നമ്മൾ ഫ്രോസ്റ്റ് ലൈൻ എന്ന് വിളിക്കും. അതായത് സൂര്യനിൽ നിന്ന് ഇത്ര കിലോമീറ്റർ അപ്പുറമുള്ള അതിർത്തിക്ക് അപ്പുറമുള്ള എല്ലാ വസ്തുക്കളും ഐസായി മാറും. വെള്ളവും മീഥേനും ഒക്കെ ഐസായി മാറും.
ആ ഒരു അതിർത്തിയുടെ ഉള്ളിലുള്ള ഗ്രഹങ്ങളിലുള്ളതെല്ലാം ഡ്രൈ ആയിട്ടോ അല്ലെങ്കിൽ നീരാവിയായിട്ടോ വാട്ടറായിട്ടോ നിൽക്കും. ഭൂമി ഈ ഒരു അതിർത്തിയുടെ ഉള്ളിലായിട്ടും നമുക്ക് വെള്ളത്തിൻ്റെ അളവ് എങ്ങനെ വന്നു എന്നുള്ളത് വളരെ വലിയൊരു ചോദ്യമാണ്. ഇപ്പോൾ വ്യാഴത്തിലും ശനിയിലും യുറാനസിലും നെപ്റ്റ്യൂണിലും ഒക്കെ വെള്ളത്തിൻ്റെ സാന്നിധ്യമുണ്ട്. എന്നാൽ ബുധനിലും ശുക്രനിലും ചൊവ്വയിലൊന്നും ഭയങ്കരമായിട്ടുള്ള വെള്ളമില്ല. അപ്പോൾ ഭൂമിയിൽ മാത്രം ഇത്രയും വെള്ളം വന്നതിൻ്റെ റീസൺ എന്ന് പറയുന്നത് വ്യാഴം അല്ലെങ്കിൽ ജുപ്പിറ്റർ എന്ന് പറയുന്ന ഗ്രഹമാണ്. നമ്മൾ ആദ്യം സൂചിപ്പിച്ചിരുന്നു, വ്യാഴത്തിൻ്റെ ഗുരുത്വാകർഷണം കാരണം ബഹിരാകാശത്തെ ഐസ് നിറഞ്ഞ ഉൽക്കകൾ ഭൂമിയിലേക്ക് ടാർജറ്റ് ചെയ്യപ്പെട്ടു എന്നർത്ഥം. അങ്ങനെയാണ് നമുക്ക് വലിയ സമുദ്രങ്ങൾ ഉണ്ടായത്. അതോടൊപ്പം തന്നെ വേറൊരു ഹൈപ്പോത്തിസിസ് പറയുന്നത് പ്രപഞ്ചത്തിൽ ഒരുപാട് വെള്ളം നിറഞ്ഞു നിന്നിരുന്ന ഒരു ക്ലൗഡിലൂടെ നമ്മുടെ സോളാർ സിസ്റ്റം കടന്നുപോയി എന്നും പറയുന്നുണ്ട്. എന്തോ ആയിക്കോട്ടെ, പക്ഷേ നമ്മൾ കുടിക്കുന്ന ഓരോ ഗ്ലാസ് വെള്ളവും വ്യാഴത്തിൻ്റെ ആ ഒരു ഇടപെടൽ കാരണം നമ്മുടെ ഭൂമിയിലേക്ക് വന്നതാണെന്ന് ആലോചിക്കുമ്പോൾ അത്ഭുതം വരും. നമ്മൾ പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമ്മൾ കുടിക്കുന്ന ഓരോ വെള്ളത്തിലും അറ്റ്ലീസ്റ്റ് കുറച്ച് തന്മാത്രകളെങ്കിലും പണ്ട് ദിനോസറുകൾ കുടിച്ചിരുന്ന് ദിനോസറിൻ്റെ ശരീരത്തിലൂടെ കടന്നു പോയതാണെന്ന് പറയാറില്ലേ? അതിനേക്കാൾ വലിയൊരു കാഴ്ചപ്പാടാണിത്. ഭൂമിയുടെ ഇന്നർ സ്ട്രക്ചറിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ വിട്ടുപോകുന്നൊരു കാര്യമുണ്ട്. നമ്മുടെ ഭൂമിയുടെ ഉള്ളിലുള്ള അയൺ കോർ ഇപ്പോഴും തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതെന്ന് തണുക്കുന്നുവോ അന്ന് ഭൂമിയുടെ കാന്തിക കവചം നഷ്ടപ്പെടും. അന്ന് നമ്മളും ചൊവ്വയെ പോലെ ഒരു ഡെഡ് പ്ലാനറ്റായി മാറും. പക്ഷേ പേടിക്കണ്ട, അങ്ങനെ സംഭവിക്കാൻ ഇനിയും കോടിക്കണക്കിന് വർഷം വരും. അതുവരെ നമ്മൾ സുരക്ഷിതരാണ്. പക്ഷേ ഈ സേഫ്റ്റി നമ്മളെ പുതിയ കാര്യങ്ങൾ ആലോചിക്കാനും പഠിക്കാനും കണ്ടുപിടിക്കാനും പ്രേരിപ്പിക്കുന്നുണ്ട്. കടലിലെ ഉപ്പിൻ്റെ അംശം മാറുന്നത് മുതൽ അന്തരീക്ഷത്തിലെ ചൂട് മാറുന്നത് വരെ അതിൽ വരും. ഇതിനെയൊക്കെ അതിജീവിക്കാൻ ജീവൻ പല വഴികൾ കണ്ടെത്തി. ലൈഫ് വിൽ ഫൈൻഡ് ഇറ്റ്സ് ഓൺ വേ എന്ന് പറയുന്ന പോലെ. മീനുകൾക്ക് ചിറകുകൾ ഉണ്ടായതും പിന്നീട് അവ കാലുകളായി മാറിയതുമൊക്കെ ഈ മാറ്റങ്ങളുടെ ഫലമാണ്. ഒന്നും പെട്ടെന്നുണ്ടായതല്ല, മറിച്ച് ഓരോ ചെറിയ ചുവടുവയ്പ്പിലൂടെ ഉണ്ടായി വന്നതാണ്. ആ ക്ഷമകരമായിട്ടുള്ള പരീക്ഷണമാണ് പ്രകൃതിയുടെ ഏറ്റവും വലിയ കരുത്ത്. ഇനി നമുക്ക് ആ പ്രൈമോഡിയൽ സൂപ്പിൻ്റെ കാര്യത്തിലേക്ക് ഒന്നുകൂടി കടന്നു ചെല്ലാം. ഭൂമിയിൽ എങ്ങനെ ജീവനുണ്ടായി എന്നുള്ളത് മറ്റൊരു വലിയ എപ്പിസോഡിനുള്ള കണ്ടൻറ്റാണ്. പക്ഷേ ഈ പ്രീമോഡിയൽ സൂപ്പിൽ നടന്ന രാസപ്രവർത്തനങ്ങൾ നമ്മുടെ ലാബിൽ നമുക്ക് പ്രോപ്പർലി ഇപ്പോഴും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. കാരണം അത്രത്തോളം സങ്കീർണമാണ് ആ പ്രോസസ്സ്. എങ്ങനെയാണ് ഡെഡായ അല്ലെങ്കിൽ ജീവൻ ഇല്ലാത്തൊരു വസ്തുവിൽ നിന്നും ജീവൻ ഉണ്ടാവുക എന്നുള്ളത് സയൻസിൻ്റെ ഇടയിലുള്ള ഏറ്റവും വലിയൊരു ക്വസ്റ്റ്യനാണ്. പക്ഷേ ഒരു കാര്യം നമുക്കറിയാം, ജീവൻ ഉണ്ടാവുക എന്ന് പറയുന്നത് പ്രപഞ്ചത്തിൻ്റെ ഒരു സ്വഭാവമാണ്. ഭൂമിയിൽ ഒരുപാട് കാര്യങ്ങൾ ഒത്തുവന്നു. അതുകൊണ്ട് ഭൂമിയുടെ തനതായ സ്വഭാവമാണ് ജീവൻ ഉണ്ടാകുന്നതും നിലനിൽക്കുന്നതും. ഭൂമിയുടെ സ്ട്രക്ചർ ജീവൻ നിലനിൽക്കാനും നൽകാനും ആഗ്രഹിക്കുന്ന ഒന്നാണ്. അതായത് തെർമോഡൈനാമിക്സ് പ്രകാരം ഭൂമിയുടെ സർഫസിൽ വരുന്ന സൂര്യപ്രകാശത്തെ ഹീറ്റാക്കി മാറ്റാൻ പറ്റുന്ന ഏറ്റവും പ്രോപ്പറായിട്ടുള്ളൊരു പ്രോസസ്സാണ് ലൈഫ്. സോ ജീവൻ എന്ന് പറയുന്നത് മറ്റൊരു പ്രോസസ്സാണ്. അതായത് ലൈഫ് ഈ ഒരു രീതിയിൽ ഉണ്ടായി, തെർമോഡൈനാമിക്സ് അനുസരിച്ച് ലൈഫ് ഇവോൾവ് ചെയ്തു എന്ന് പറയുമ്പോഴും അതെങ്ങനെ ഉണ്ടായി എന്നതിനെക്കുറിച്ച് പൂർണ്ണമായൊരു അണ്ടർസ്റ്റാൻഡിങ് നമുക്കില്ല. പക്ഷേ പലതരത്തിലുള്ള ലബോറട്ടറിക്കൽ എക്സ്പീരിയൻസിലൂടെയും പലതരത്തിലുള്ള മീറ്റിയോറൈറ്റിൻ്റെയും മറ്റും സാമ്പിൾസിലൂടെയും ഭൂമിയിലേക്ക് ജീവൻ എത്തിയതിനെക്കുറിച്ചോ ഭൂമിയിൽ ജീവൻ ഉണ്ടായതിനെക്കുറിച്ചോ ഉള്ള ഒരുപാട് പഠനങ്ങളും പ്രൂവനായിട്ടുള്ള എക്സ്പെരിമെൻറ്റുകളും ഉണ്ട്. അപ്പോൾ ഭൂമിയുടെ ജീവൻ എന്ന് പറയുന്ന കണ്ടൻറ്റിനെ കുറിച്ച് നമുക്ക് പിന്നീട് നോക്കാം. എന്തായാലും നമ്മുടെ ഭൂമി ഉണ്ടായ ആ ഒരു വലിയ പ്രോസസ്സിൻ്റെ ആദ്യകാല സംഭവങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് നല്ലൊരു ധാരണ ഉണ്ടായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.